1 നിങ്ങളുടെ ഇൻവേഴ്സ് ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻസിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ലാസ്റ്റ് 3 വർഷത്തിൽ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കുറച്ച് ക്വസ്റ്റ്യൻസ് ഞാൻ കാണിച്ചു തരുന്നതായിരിക്കും. അപ്പോൾ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണെങ്കിൽ ഞാൻ സ്കിപ്പ് ചെയ്യുന്നതായിരിക്കും. ഞാൻ നിങ്ങൾക്ക് പാറ്റേൺ ആണെന്ന് പറഞ്ഞുതരും, സെയിം പാറ്റേൺ ആണെന്ന് കാണിച്ചു തരും. പക്ഷേ അല്ലാതെ എല്ലാ ക്വസ്റ്റ്യൻസ് നമ്മൾ സോൾവ് ചെയ്യുന്നതായിരിക്കും. മക്കളെ, ഇൻവേഴ്സ് ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻസ് പെട്ടെന്ന് പഠിച്ചെടുക്കാൻ പറ്റുന്ന കാര്യം. കാരണം നിങ്ങൾ ട്രിഗ്നോമെട്രി പഠിച്ചിട്ടുണ്ട്, കുറച്ച് പുതിയ ഫോർമുലയും കുറച്ച് ട്രിക്സ് ഓർത്ത് വെച്ചാൽ മതി. അപ്പോൾ ഒന്നെങ്കിൽ ബാച്ചിലെ ക്ലാസ് കാണാം, അല്ലെങ്കിൽ എൻ്റെ വൺ ഷോട്ട് കാണാം, ഈ ചാനലിലുണ്ട്. അത് പഠിച്ചു പോകാം. എന്താണ് സ്കിപ്പ് ചെയ്യേണ്ട എന്ന് പറയാം, സ്കിപ്പ് ചെയ്യരുത്. ഈ ചാപ്റ്റർ സിമ്പിളാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇമ്പോർട്ടൻ്റ് ആയ കഴിഞ്ഞ വർഷത്തെ കുറച്ച് PYQs ആണ്. ഓക്കെ, ഷോർട്ട് നോട്ട്സ് ഞാൻ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. അത് ഡെഫിനറ്റ്ലി യൂസ് ചെയ്ത് നിങ്ങൾക്ക് സിമ്പിളായിട്ട് കിട്ടും. ഓക്കെ, ഫസ്റ്റ് തന്നെ നിങ്ങളുടെ ക്രിസ്മസ് എക്സാമിൽ വെച്ച ക്വസ്റ്റ്യൻ ആണ്. സൈൻ ഇൻവേഴ്സ് എക്സ് ഇസ് ഈക്വൽ ടു ഫ്രം, ഇത് നോക്കിയാൽ -1 to 1. ഇതാണ് ഡൊമെയിൻ തന്നിരിക്കുന്നത്, ഇതാണ് കോഡൊമെയിൻ. റൈറ്റ് ആൻ എക്സാമ്പിൾ ഓഫ് എ അതർ ദാൻ ദ പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ച്. മക്കളെ, ഫസ്റ്റ് തന്നെ ഇതിനെ പഠിക്കാൻ സൈൻ ഇൻവേഴ്സ്, കോസ് ഇൻവേഴ്സ്, ടാൻ ഇൻവേഴ്സ് അതിൻ്റെയൊക്കെ പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ച് ആണ്. അത് ശരിക്കും പറഞ്ഞാൽ പ്രിൻസിപ്പൽ വാല്യൂ പറയുന്നത് -π/2 ടു എന്താണ് π/2 ആണ്. അതല്ലാതെ ഏത് വേണമെങ്കിൽ നിങ്ങൾ എടുത്തോ. ഇപ്പോൾ നമ്മൾ ബ്രാഞ്ച് എടുക്കുകയാണെങ്കിൽ നോക്കിയേ, നമ്മൾ ഇവരെയാണ് എടുത്തത്, -π/2 ടു π/2 എടുത്തത്. ഓക്കെ, ഇവനാണ് എടുത്തത്. അവരല്ലാതെ നിങ്ങൾ ഏത് വേണം എടുത്തോ. ഫോർ എക്സാമ്പിൾ ഇവിടെ π/2 ടു എന്താണ് വരിക, ഒരു പൈൻ്റെ ഗ്യാപ്പ് വരും. അപ്പോൾ 3π/2. ഓക്കെ, ആ ടോപ്പാണെങ്കിൽ ഈ ഡിപ്പ് വരിക. അപ്പം 3π/2. അപ്പം നിങ്ങൾക്ക് ആൻസർ ചെയ്ത് ഇത് എഴുതരുത്, അതല്ല വേണ്ടത്. വെറും π/2 ടു 3π/2 എഴുതാം. ഓക്കെ, ഇതൊരു എക്സാമ്പിളാണ് ആൻസറിൻ്റെ. അല്ലെങ്കിൽ നിങ്ങൾക്ക് -3π/2 ടു π/2 എഴുതാം. ഇതല്ലാതെ ഇൻഫൈനൈറ്റ് ആൻസേഴ്സ് ഉണ്ട്. ഇതാണ് കോമൺ ആയിട്ട് നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്നത്. ഇനി ഇവനെയാണ് സിംപ്ലിഫൈ ചെയ്യേണ്ടത്. ഈ ക്വസ്റ്റൻ എങ്ങനെ സിംപ്ലിഫൈ ചെയ്യാം? ഫസ്റ്റ് തന്നെ cos x 1 - sin x. ഈ മൊത്തം സാധനം നമുക്ക് ടാനിൻ്റെ രീതിയിലേക്ക് ആക്കണം, എന്നാലേ നമുക്കത് പുറത്തെടുക്കാൻ പറ്റുള്ളൂ. ആൻഡ് π/2 കാണാം. അപ്പോൾ തന്നെ ഡബിൾ ആംഗിൾ ഫോർമുല വരാനുള്ള ചാൻസ് കൂടി. cos x-ഉം 1 - sin x-ഉം ഒരു ബന്ധവും പെട്ടെന്ന് കിട്ടുന്നില്ല. 1 + sin x 1 + cos x 1 - cos x ആയാലും എന്തെങ്കിലും ചെയ്യായിരുന്നു. അപ്പോൾ cos x നമ്മൾ എന്ത് ചെയ്യുന്നു, cos square x - sin square x ആക്കുന്നു. അപ്പം അതിന് ഉള്ളിലത്തെ സാധനം മാത്രമേ കാണിച്ചില്ല. cos square x/2 ആക്കണം, ഹാഫ് ആംഗിൾ ഫോർമുല, -sin square x/2. ഓക്കെ, ഇനി 1 - sin x-നെ 1 എന്ന് പറഞ്ഞാൽ എത്രയാണ്, sin square + cos square, അതും ഹാഫ് ആക്കുന്നു. ഓക്കെ, sin square x/2 + cos square x/2. sin x-നെ നമ്മൾ -2 sin θ cos θ, അഥവാ 2 sin x/2 cos x/2 ആക്കുന്നു. ഓക്കെ, നോക്കിയേ, a² + b² -2ab കിട്ടിയില്ലേ. ഇനി നമ്മൾ എന്താ ചെയ്യുന്നത്, നമ്മൾ a² - b² ആക്കുക. a² b² -2ab കിട്ടിയ നമ്മൾ എന്ത് ചെയ്യുന്നു, ടാനും കൂടെ കിട്ടുക, ടാൻ ഇൻവേഴ്സ് കിട്ടുക. ഓക്കെ, ടാൻ ഇൻവേഴ്സ് മേലെ എന്താണ്, a² - b² ഇട്ട്, അപ്പം cos x/2 - sin x/2 ഇൻറ്റു a - b ഇൻറ്റു a + b cos x + sin x/2. ഓക്കെ, അത് എഴുതി കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. താഴെ എനിക്ക് എന്താ എഴുതുന്നത്, cos x/2 sin x/2 - cos x/2 ഹോൾ സ്ക്വയർ എടുക്കായിരുന്നു. പക്ഷെ ഞാൻ cos x/2 - sin x/2 ഹോൾ സ്ക്വയർ എടുക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ ഈ സ്ക്വയറും ഇവനും കട്ടായി. അപ്പോൾ എനിക്ക് എന്ത് കിട്ടും, ടാൻ ഇൻവേഴ്സ് ഓഫ് cos x/2 + sin x/2 കിട്ടി മേലെ. താഴെ cos x/2 - sin x/2 കിട്ടി. മക്കളെ, കോസും സൈനും പ്ലസും മൈനസും മേലെയും താഴെയും വരുമ്പോൾ ഡിവൈഡ് ബൈ കോസ് ടേം. ഓക്കെ, അപ്പോൾ എനിക്ക് എന്താ കിട്ടുക, എനിക്ക് കിട്ടുക, ഞാൻ നേരെ ആൻസറിലേക്ക് പോവാണ്. 1 + സൈനിനെ കോസ് വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ 1 + tan x/2 ഡിവൈഡ് ബൈ 1 - tan x/2. മക്കളെ, 1 + tan x/2 1 - tan x/2 എന്താണ്, 1 എന്ന് പറഞ്ഞാൽ tan π/4. അപ്പോൾ ഏത് ഫോർമുല വരിക, tan π/4 പ്ലസ് മേലത്തെ സിമ്പിൾ വരും. ഓക്കെ, ഇത് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, tan ഓഫ് π/4 + x/2. അപ്പോൾ ടാനും ടാൻ ഇൻവേഴ്സും കട്ടെ, π/4 + x/2 മേലുള്ള സിമ്പിളാണ് നമുക്ക് ആൻസറിൽ വരിക. ഓക്കെ, ഇത് നോക്കിയേ, ഇത് സിമ്പിളാണ്. ഇത് tan π/4 ആണ്. tan π/4 + tan x/2 ഇൻറ്റു ഡിവൈഡ് ബൈ 1 - tan π/4 ഇൻറ്റു tan x/2. സ്ഥിരം ചോദിക്കുന്ന ടൈപ്പ് ചോദ്യം. ഓക്കെ, അത് അറിഞ്ഞിരുന്നോ? ഒരു കോമൺ ടെക്സ്റ്റ് ബുക്ക് ക്വസ്റ്റ്യൻ ആണ്, അറിഞ്ഞിരിക്കണം. അപ്പോൾ ആ എല്ലാ പോസിബിലിറ്റീസ് ആലോചിക്കാം. ഇതൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. ദ വാല്യൂ ഓഫ് സൈൻ ഇൻവേഴ്സ് ടാൻ ഓഫ് റൂട്ട്, സൈൻ ഓഫ് ടാൻ ഇൻവേഴ്സ് റൂട്ട്. അപ്പോൾ അത് തന്നെ ടാൻ ഇൻവേഴ്സ് റൂട്ട് എത്രയാണ്, നമ്മൾ ടാൻ ഇൻവേഴ്സ് സൈൻ അവിടെ എഴുതുക, ടാൻ ഇൻവേഴ്സ് മാറ്റിയിട്ട് ടാൻ π/3 അല്ലേ √3, ടാൻ π/3, ടാൻ 60 ആണ്. അപ്പോൾ ഇതൊന്നും കട്ടായി. ഓക്കെ, π/3 പുറത്ത് വന്നു. അപ്പം സൈൻ π/3 എത്രയാണ്, സൈൻ 60 എത്രയാണ്, സൈൻ 60 എത്രയാണ്, √3/2 കഴിഞ്ഞു. ഓക്കെ, ഇത് കിട്ടി. ഇനി ഇവിടെ ഇവൻ പെട്ടെന്ന് സോൾവ് ചെയ്യാം. ടാൻ ഇൻവേഴ്സ് 1 π/4, കോസ് ഇൻവേഴ്സ് 1/2. കോസിൻ്റെ ഇൻവേഴ്സിൽ മൈനസ് വന്നാൽ പുറത്തെടുക്കാം, പക്ഷേ പൈ എഴുതാൻ മറക്കരുത് കേട്ടോ. π -
കോസ് ഇൻവേഴ്സ് 1/2 കേട്ടോ. ഇത് റൂളാണ്. ഓക്കെ, കോസ് സീ കോട്ട്, കോസും സീക്കും കോട്ടിലും മൈനസ് പുറത്തെടുക്കുമ്പോൾ പൈ വരണം. ഓക്കെ, ഇവിടെ പൈ വരും, മൈനസ് പുറത്തെടുത്ത ഒരു കുഴപ്പമില്ല, വെറുതെ സൈൻ ഇൻവേഴ്സ് 1/2 എടുത്താൽ മതി കേട്ടോ. ഇനി ഓക്കെ, ഇനി നോക്കിയേ π/4 പ്ലസ് പൈ. ഇനി ഞാൻ മൈനസ് കോമൺ എടുത്തിട്ട് കോസ് ഇൻവേഴ്സ് 1/2 സൈൻ ഇൻവേഴ്സ് 1/2. മക്കളെ, കോസ് ഇൻവേഴ്സ് എക്സ് പ്ലസ് സൈൻ ഇൻവേഴ്സ് എക്സ് എന്താണ്? അത് രണ്ടും കൂടി വരുമ്പോൾ π/2. ഇപ്പം π/2 കേട്ടോ. അപ്പം π/4 നോക്കിയേ, π/4 പ്ലസ് പൈ മൈനസ് π/2. ഇത് രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ ഒരു പുതിയതാണ് π/2 വരിക. ഓക്കെ, അപ്പോൾ എന്താണ് വരിക? നമുക്ക് വരിക π/4 പ്ലസ്, മക്കളെ പൈ മൈനസ് π/2 π/2. ആ പൈയും ഈ മൈനസ് π/2 പോയി. ഓക്കെ, ഇനി ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം, അല്ലെങ്കിൽ സിമ്പിളായിട്ട് π/4 പ്ലസ് ഇവിടെ മേലെയും താഴെയും 2 മൾട്ടിപ്ലൈ ചെയ്തേ. അപ്പോൾ എന്താ കിട്ടുക? 2π/4. ഓക്കെ, രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ എത്ര വരിക? 3π/4, 3/5. ഓക്കെ, 3π/4. ഓക്കെ, ഇവൻ കിട്ടി. റൈറ്റ് ദ പ്രിൻസിപ്പൽ വാല്യൂ ഓഫ് ദ, നമ്മൾ നേരത്തെ ഇപ്പോൾ ചെയ്ത് ഇപ്പം മൈനസ് വരുന്നു. അപ്പം പൈ മൈനസ് കോസ് ഇൻവേഴ്സ് 1/2. കോസ് എപ്പോഴാണ് 1/2 ആവുക? 60 ആകുമ്പം. ഓക്കെ, പൈ മൈനസ് π/3. അപ്പോൾ എത്രയാണ്? 2π/3. ഓക്കെ, 2π/3 ആണ് വരിക. സിമ്പിൾ ഫോർമുലാസ്. ഓക്കെ, ഇത് നമ്മൾ നേരത്തെ ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഇത് നമ്മൾ നേരത്തെ ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. അപ്പം മാർച്ചിലെ 2026 ലേറ്റസ്റ്റ് ഇയറിലെ ക്വസ്റ്റ്യൻസ് കംപ്ലീറ്റ് ചെയ്യും. ഇനി പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ചിൻ്റെ അടുത്ത ക്വസ്റ്റ്യൻ ആണ് ടാൻ ഇൻവേഴ്സ് എക്സിൻ്റെ. മക്കളെ, സൈൻ ടാൻ കൊസീക്ക് എന്താണ്? മൈനസ് π/2 to π/2 ആണ്. ഓക്കെ, ഇനി മനസ്സിലായി, ഇവനല്ല, ഇവർ കൊസിക്കോട്ടിൻ്റെയാണ് വരുന്നത്. ഇനി ടാൻ ആകുമ്പോൾ ഇത് സൈനിൻ്റെയാണ്. ഓക്കെ, നടുക്കിലൊരു മൈനസ് വരികയാണെങ്കിൽ കൊസീക്കാണ്, ഇവനാണ് ടാനിൻ്റെ. ഓക്കെ, ഇത് സൈനിൻ്റെ, സൈൻ കൊസിക്കോട്ട്, ടാൻ സൈൻ മറ്റേ ആൾ കോസിക്കോട്ട് എന്നാലോചിക്കുക, കോസ് സീക്കോട്ട് കോഴിക്കോട് എന്നാലോചിക്കുക. ഇത് സൈൻ കൊസീക്ക് ടാൻ. ഓക്കെ, അപ്പം സൈൻ ഇതിന് നടുക്കിൽ -0 വന്നാൽ കൊസീക്ക്, ഇവിടെയാണ് ടാൻ. റൈറ്റ് ദ പ്രിൻസിപ്പൽ വാല്യൂ റേഞ്ച്. ഇത് നിങ്ങൾ ചെയ്യാമെന്ന ക്വസ്റ്റ്യൻ ആണ്, ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. സെയിം കോട്ടിൽ നിങ്ങൾക്ക് മൈനസ് പുറത്തെടുക്കുമ്പോൾ പൈ മൈനസ് കോട്ട് ഇൻവേഴ്സ് 1 വരും. ഓക്കെ, കൊസീക്കിൽ മൈനസ് വെറുതെ പുറത്തെടുക്കുക, മൈനസ് കൊസീക്ക് ഇൻവേഴ്സ് √2 ചെയ്യാം. ഓക്കെ, പ്ലസ് സീക്കിൽ അങ്ങനെ തന്നെ സീക്ക് ഇൻവേഴ്സ് 2. ഇനി നിങ്ങൾക്ക് ഇവരെ മാറ്റിയിട്ട് നമ്മുടെ മറ്റേ ഫോർമുലേസ് ആക്കണമെങ്കിൽ വളരെ സിമ്പിളാണ്. പൈ മൈനസ് കോട്ട് ഇൻവേഴ്സ് 1ഉം ടാൻ ഇൻവേഴ്സ് 1ഉം സെയിം ആണ്. ഓക്കെ, 1ൻ്റെ റെസിപ്രോക്കൽ സെയിം ആയതുകൊണ്ട് കൊസീക്ക് മാറ്റിയിട്ട് സൈൻ ആക്കണമെങ്കിൽ സൈൻ ഇൻവേഴ്സ് ആക്കിക്കോ, പക്ഷെ 1/√2 ആവും. ഓക്കെ, സീക്ക് മാറ്റിയിട്ട് കോസ് ആക്കണ കോസ് ഇൻവേഴ്സ് 1/2 ആവും. ഇനി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും, വലിയ പ്രശ്നമൊന്നുമില്ല. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. റൈറ്റ് ദ പ്രിൻസിപ്പൽ വാല്യൂ ഓഫ് സൈൻ ഇൻവേഴ്സ് 1/√2. എടാ π/4 ആകുമ്പോഴല്ലത്. ഓക്കെ, ഇതൊരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, സിമ്പിൾ ഫോർമുലയാണ്, ഇവിടെ സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. ഇവിടെ നമുക്ക് സൈൻ ആണ് ക്വസ്റ്റ്യനിൽ, സൈൻ ആണ് ആൻസറിൽ. അപ്പോൾ എക്സിനെ നമുക്ക് സൈൻ തീറ്റ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ എന്ത് കിട്ടും? 2 സൈൻ ഇൻവേഴ്സ്. ഓക്കെ, നമുക്ക് RHS ചെയ്യാം. സൈൻ ഇൻവേഴ്സ് 2 സൈൻ തീറ്റ ഇൻറ്റു √1 മൈനസ് സൈൻ സ്ക്വയർ തീറ്റ. അവിടെ 1 മൈനസ് സൈൻ സ്ക്വയർ തീറ്റ എത്രയാ? കോസ് സ്ക്വയർ തീറ്റ. ഓക്കെ, അപ്പോൾ സൈൻ ഇൻവേഴ്സ് ഓഫ് 2 സൈൻ തീറ്റ, കോസ് സ്ക്വയർ തീറ്റേൻ്റെ റൂട്ട് വരുമ്പോൾ കോസ് തീറ്റ. മക്കളെ, 2 സൈൻ തീറ്റ കോസ് തീറ്റ എത്രയാ? സൈൻ ഇൻവേഴ്സ് സൈൻ 2 തീറ്റ. അപ്പം ആൻസർ വരും 2 തീറ്റ. തീറ്റ സൈൻ ഇൻവേഴ്സ് എക്സ് ആയതുകൊണ്ട്, തീറ്റ സൈൻ തീറ്റ എക്സ് ആയതുകൊണ്ട് സൈൻ അങ്ങോട്ട് വരുമ്പോൾ തീറ്റ എത്രയാ? 2 ഇൻറ്റു സൈൻ ഇൻവേഴ്സ് എക്സ്. കഴിഞ്ഞു. ആൻസർ എത്രയാ? സൈൻ ഇൻവേഴ്സ് എക്സ് കിട്ടിയോ? LHS. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻ ആണ്. നോക്കിയേ, ദ ഗ്രാഫ് ബിലോ ഷോസ്. മക്കളെ, 3 ഗ്രാഫാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. നിങ്ങളിത് ഷോർട്ട് നോട്ട്സ് നോക്കിയാൽ മനസ്സിലാവും. ഒറിജിനിൽ കൂടെ പാസ് ചെയ്യുന്നത് ശ്രദ്ധിക്കുക. ഒറിജിനിൽ കൂടെ സാധാരണ പോലെ പാസ് ചെയ്യുന്നത് സൈൻ ഉണ്ട്, കോസ് ടാനും ഉണ്ട്. ടാൻ്റെ മറ്റേ ഇതുണ്ടായിരുന്നു, ഇങ്ങനെ ആയിരുന്നു, അവനെ കിടത്തി വെച്ചു ഇങ്ങനെ. കോസിൻ്റെ 1ൻ്റെ 0ൻ്റെ മേലേക്കാണ് വരുന്നത്, 0ൻ്റെ മേലേക്ക്. ഇത് ഒറിജിനിൽ കൂടെ പാസ് ചെയ്യുന്നത്. സൈൻ ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെയായിരുന്നു ശരിക്കത്തത്, അത് മാറിയിട്ട് ഇങ്ങനെയായി. ഓക്കെ, അപ്പം ഇതേതാണ് ആൻസർ വരുന്നത്? ഇത് -π/2 to π/2, 1 1 ആണെങ്കിൽ ഇവനാണ് വരിക, നമ്മുടെ സൈൻ ഇൻവേഴ്സ് എക്സ്. ഓക്കെ, ഇത് ക്വസ്റ്റ്യൻ എങ്ങനെയാണ് ചെയ്യുക? സിമ്പിളാണ്. നോക്കിയേ, ടാൻ ഇൻവേഴ്സ് എക്സ്. ഇവിടെ നോക്കിയാൽ നമുക്ക് ഇവനെ എങ്ങനെയെങ്കിലും ടാൻ ആക്കണം. ഓക്കെ, ഇവനെങ്ങനെയെങ്കിലും ടാൻ ആക്കണം പുറത്ത്. അപ്പോൾ നോക്കിയേ, 1 + x². 1 + x² എന്തൊക്കെയാണ് വരിക? സൈനോ കോസോ വരികയാണെങ്കിൽ 1 - x² ആണ്. അപ്പോൾ അതുകൊണ്ട് കാര്യമില്ല. 1 + x² ഒന്നെങ്കിൽ ടാൻ വരാം. 1 + tan² x ആണ് sec² x. അപ്പോൾ നമുക്ക് ടാൻ തന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. ഓക്കെ, എക്സിന് ടാൻ തീറ്റ ഇട്ട് നോക്കാം. അപ്പോൾ എന്താ കിട്ടുക? √1 + tan² θ -1 / tan തീറ്റ. ഇതൊരു കോമൺ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ടാൻ ഇൻവേഴ്സ് 1 + tan² θ sec² θ. അപ്പോൾ സീക്ക് തീറ്റ -1 / tan തീറ്റ. ഇനി എക്സ്പാൻഡ് ചെയ്യാം. ഓക്കെ, സീക്ക് തീറ്റ എന്ത് ചെയ്യാം?
സീക് തീറ്റ എന്ന് പറഞ്ഞാൽ 1 ബൈ കോസ് തീറ്റ മൈനസ് 1 ഡിവൈഡഡ് ബൈ സൈൻ തീറ്റ ബൈ കോസ് തീറ്റ. ഒന്നും കൂടി എക്സ്പാൻഡ് ചെയ്താൽ കഴിഞ്ഞു. കോസ് തീറ്റ ഇങ്ങോട്ടേക്ക് മൾട്ടിപ്ലൈ ചെയ്താൽ ഓക്കെ. ഇവിടെ സ്ഥലമില്ല, പക്ഷെ ഒരു സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് ക്വസ്റ്റ്യൻ ടാൻ ഇൻവേഴ്സ് ഓഫ് 1 മൈനസ് കോസ് തീറ്റ ബൈ കോസ് തീറ്റ ഹോൾ ഡിവൈഡഡ് ബൈ സൈൻ തീറ്റ ബൈ കോസ് തീറ്റ. ഓക്കെ, താഴത്തെ 2 കോസ് തീറ്റയും കട്ട്. ഓക്കെ, ടാൻ ഇൻവേഴ്സ് ഓഫ് 1 മൈനസ് കോസ് തീറ്റ ബൈ സൈൻ തീറ്റ. ഇത് നമ്മൾ നേരത്തെ ചെയ്തൊരു ക്വസ്റ്റ്യൻ്റെ സെയിം അല്ലേ? കോസ് എക്സ് മൈനസ് 1 മൈനസ് സൈൻ എക്സ്. ഇനി ബാക്കി സെയിം ചെയ്യാം. ഇനി ബാക്കി ഇത് മൊത്തം ചെയ്യണം. ഓക്കെ, ഇവിടെ 2 മാർക്കാണെങ്കിൽ എൻ്റെ അഭിപ്രായത്തിൽ നമ്മളിപ്പോൾ ചെയ്ത ക്വസ്റ്റിന് 4 മാർക്ക് വരേണ്ടതാണ്. ഓക്കെ, 4 മാർക്ക് വരുന്നുണ്ടോ എനിക്കറിയില്ല. ഇനി എന്താണ് 1 മൈനസ് കോസ് എക്സ് എന്താ ചെയ്യേണ്ടത്? നേരത്തെ 1 മൈനസ് സൈൻ എക്സ് ആയിരുന്നു, അവിടെ ക്വസ്റ്റ്യൻ മാറിയില്ലല്ലോ. ഓൾമോസ്റ്റ് സിമിലർ ക്വസ്റ്റ്യൻ ആണ്. എന്നാൽ നമുക്ക് വേറെ ക്വസ്റ്റ്യൻ ആണ്, നമുക്ക് ഇതിനെ സോൾവ് ചെയ്യാം സെപ്പറേറ്റ് ആയിട്ട്. ഞാനൊരു പുതിയ പേജിൽ എടുത്തിട്ടുണ്ട്, നമുക്ക് സോൾവ് ചെയ്യാം. 1 പ്ലസ് കോസ് തീറ്റയും 1 മൈനസ് കോസ് തീറ്റയും ഭയങ്കര ഇമ്പോർട്ടൻറ്റ് ഫോർമുലാസ് ആണ്. 1 പ്ലസ് കോസ് തീറ്റ 2 കോസ് സ്ക്വയർ തീറ്റ, 1 മൈനസ് കോസ് തീറ്റ 2 സൈൻ സ്ക്വയർ തീറ്റ ബൈ 2. സൈൻ തീറ്റനെ നമുക്ക് 2 സൈൻ തീറ്റ ബൈ ഹാഫ് ആംഗിൾ ഉപയോഗിക്കുക, കോസ് തീറ്റ ബൈ 2 ഉപയോഗിക്കുക, കട്ട് ചെയ്യുക, 2 കട്ട്, സൈൻ സ്ക്വയർ തീറ്റയും സൈൻ തീറ്റയും കട്ട്, നമുക്ക് കിട്ടും ടാൻ ഇൻവേഴ്സ് ഓഫ് സൈൻ തീറ്റ ബൈ 2 കോസ് തീറ്റ ബൈ 2. അപ്പോൾ എന്താ കിട്ടുക? ടാൻ ഇൻവേഴ്സ് ഓഫ് എന്താ കിട്ടുക? സൈൻ തീറ്റ ബൈ കോസ് തീറ്റ ടാൻ തീറ്റ ബൈ 2. അപ്പോൾ നമുക്ക് ആൻസർ എന്താ കിട്ടുക? തീറ്റ ബൈ 2. തീറ്റ എന്തായിരുന്നു നമ്മളെടുത്തത്? ടാൻ തീറ്റ എന്ന് പറഞ്ഞാൽ എക്സ് ആണ്. അപ്പോൾ എക്സ് എന്ന് പറയുമ്പോൾ തീറ്റ എന്ന് പറയുമ്പോൾ ടാൻ ഇൻവേഴ്സ് എക്സ് ബൈ 2. സിമ്പിൾ ക്വസ്റ്റ്യൻ. ഓക്കെ, റെഡി. ഇതും കൂടിയും ചെയ്താൽ നിങ്ങൾ ഏകദേശം എല്ലാ ടൈപ്പ് സംഭവങ്ങളും കവറായി. ഓക്കെ, അപ്പോൾ ആദ്യം സൈൻ ഇൻവേഴ്സ് 1/2 തുടങ്ങിക്കോ. സൈൻ ഇൻവേഴ്സ് 1/2 എന്ന് പറയുമ്പോൾ 1/2 സൈൻ ഇൻവേഴ്സ് 1/2 എന്ന് പറയുമ്പോൾ സൈൻ π/6. അപ്പോൾ π/6 വന്നു. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താണ് വരിക? നിങ്ങളിങ്ങനെ π/6 ഇൻറ്റു 2. അപ്പോൾ 2 × π/6. അതുകൊണ്ട് 2 കോസിലിടുക, പിന്നെ ടാൻ ഇൻവേഴ്സിലിടുക. ഓക്കെ, ഇനി അടുത്തത് 2 π/6 എന്ന് പറയുമ്പോൾ π/3 കട്ട്. ഇത് സിമ്പിളാക്കുക. π/3 കോസ് π/3 എത്രയാണ്? 2 കോസ് π/3. കോസ് π/3 കോസ് 60 എന്ന് പറയുമ്പോൾ 1/2. വീണ്ടും 1/2 വന്നു. ഓക്കെ, ഇത് 1/2. 2 × 1/2 അതാണ് ടാൻ ഇൻവേഴ്സ് വരേണ്ടത്. ടാൻ ഇൻവേഴ്സ് 1/2 × 2 എത്രയാണ്? 1. ടാൻ ഇൻവേഴ്സ് 1 എന്ന് പറയുമ്പോൾ എത്രയാണ്? π/4. ടാൻ ഇൻവേഴ്സ് 1 എന്ന് പറഞ്ഞാൽ ടാൻ π/4 ആണ്. ടാൻ ഇൻവേഴ്സ് ടാൻ π/4 എന്ന് പറഞ്ഞാൽ π/4. ഓക്കെ, ഈ സംഭവം കിട്ടി. ഓക്കെ, ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. സിമ്പിളാണ്, നമ്മൾ ചെയ്ത നേരത്തെ സെയിം ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, റെഡി. ഇനി നമുക്ക് വരുന്നത് ഈ ക്വസ്റ്റ്യനൊക്കെ സൈൻ ഇൻവേഴ്സ് സൈൻ എക്സ് = എക്സ് ഡിഫൈൻഡ് ഓൺ എന്താണ് ഇതിൻ്റെ പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ച്? ഇത്. ഓക്കെ, ഇവനല്ല, ഇത് ഡൊമെയിന് മറ്റേ തിരിഞ്ഞിട്ടാണ് വരേണ്ടത്. ഇവരല്ല. ഓക്കെ, പ്രിൻസിപ്പൽ വാല്യൂയും കൂടി ഒന്ന് കണ്ടുപിടിക്കാൻ നോക്കിയാൽ സൈൻ ഇൻവേഴ്സ് സൈൻ 13 π/4 ചാടിക്കയറി നമുക്ക് എഴുതാൻ പറ്റൂല. കാരണം എന്താ? ഇവിടെ -19 + 19 ഇടയ്ക്കായിരിക്കണം, അതല്ല. അപ്പോൾ 13 π/4 നമുക്ക് എങ്ങനെ എഴുതാം? 13/4 എഴുതാം. 13ൻ്റെ അടുത്ത് വരുന്ന മൾട്ടിപ്ലൈ ചെയ്താൽ 4ൻ്റെ 12π + π/4 എന്ന് എഴുതാം. ഓക്കെ, 12π എന്ന് പറയുമ്പോൾ എത്രയാണ്? 3π + π/4. അപ്പോൾ ആംഗിൾ കൺവേർഷൻ വരുമ്പോൾ ഇവിടെ പൈ വരുമ്പോൾ ഫംഗ്ഷൻ ചേഞ്ച് ഇല്ല, പക്ഷെ നോക്കിയാൽ 1 ഇതൊരു π 2 3π. ഓക്കെ, അപ്പോൾ ASTC. അപ്പോൾ നമുക്ക് എന്താ വരിക? ശരിക്കും പറഞ്ഞാൽ സൈൻ ഇൻവേഴ്സ് സൈൻ π/4 വരിക. പക്ഷെ എത്രാമത്തെ ക്വാഡ്രന്റിലാന്ന് നോക്കിയേ? 3π വരെ. അപ്പോൾ 1π 2π 3π വന്നു, പിന്നെ പ്ലസ്. അപ്പോൾ ടാൻ്റെ ക്വാഡ്രന്റിലാണ് വീണത്. അപ്പോൾ മൈനസ് വരും. അപ്പോൾ സൈൻ ഇൻവേഴ്സ് മൈനസ് വരും. അപ്പോൾ മൈനസ് പുറത്തെടുത്തു, അപ്പോൾ മൈനസ് പുറത്ത് വന്നു. മൈനസ് സൈൻ ഓഫ് സൈൻ ഇൻവേഴ്സ് π/4. അപ്പോൾ ആൻസർ എത്ര വരിക? വെറും -π/4. ഇത്രയുള്ള സംഭവം. ഓക്കെ, -π/4. ഇനി നിങ്ങൾക്ക് 2 ക്വസ്റ്റ്യൻസ് ഞാൻ തരാം. നോക്കിയേ, ഇത് ഇവിടെ ഈ ചാപ്റ്ററിൻ്റെ അല്ല. സൈൻ ഇൻവേഴ്സ് 1/√2ൻ്റെ പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ച് എത്രയാണ്? π/4. ഓക്കെ, ഇത് രണ്ടും കണ്ടുപിടിക്കാം. ഓക്കെ, സിമ്പിളാണ്. ഓക്കെ, അത് നിങ്ങൾ കണ്ടുപിടിക്കുക, ഹോംവർക്ക് ആയിട്ട് എടുക്കുക, കമൻറ്റ് ചെയ്യുക. ഇത് സിമ്പിൾ ബേസിക് ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, ഇത്രയും ചെയ്താൽ തന്നെ നിങ്ങൾ ലാസ്റ്റ് 2-3 ഇയേഴ്സിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് കവർ ചെയ്തു. എല്ലാം ക്വസ്റ്റ്യൻ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് എടുത്തിട്ടുള്ളൂ. അപ്പോൾ ടെക്സ്റ്റ് ബുക്ക് എല്ലാം ക്വസ്റ്റ്യൻസ് കവർ ചെയ്യുക. ആകെ എത്ര 20-30 ക്വസ്റ്റ്യൻസ് എൻ്റെ ഓർമ്മയിൽ ശരിയാണുള്ളൂ. ബാച്ചിലർ കുട്ടികൾക്ക് എല്ലാ എക്സാമ്പിൾ എക്സസൈസും എല്ലാം PYQ സോൾവ് ചെയ്ത് കിട്ടിയിട്ടുണ്ടാവും. അത് ചെയ്യാൻ മറക്കരുത്. ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ എക്സാം. തകർക്കുക. ഓക്കെ.